പള്ളിയിൽ പോകുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്. ഇപ്പോഴും ഭരണ സംവിധാനം മുഴുവനും ആ ഒരു ഇതിലല്ലല്ലോ. ജനങ്ങളെ ക്ഷേത്രത്തിൽ പോകുന്നവരെ ഒരു വശത്താക്കുക, പള്ളിയിൽ പോകുന്നവരെ മറുവശത്താക്കുക, ചർച്ചിൽ പോകുന്നവരെ വേറെ രീതിയിലാക്കുക. പക്ഷേ വളപ്പിൽ പഞ്ചായത്തിൽ ജനങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നമുക്ക് എളുപ്പമായിരുന്നു. ഭരണാധികാരികൾ അതിന് വിപരീതമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചവർ ഫാക്ടറി പൂട്ടിയതിന് ശേഷമുള്ള നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? ചവർ ഫാക്ടറി പൂട്ടിയതിന് ശേഷമാണെങ്കിലും ഒരുപാട് കേസുകളൊക്കെ നിലനിന്നിരുന്നു. അതിനെതിരെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇപ്പോഴും ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പല ആവശ്യങ്ങളിലും നമ്മുടെ പ്രവർത്തകർ ആ വിഷയത്തിൽ ചെറിയ ആശുപത്രി വിഷയത്തിൽ തന്നെ ഞങ്ങളന്നൊരു ആശുപത്രി സംരക്ഷണ സമരസമിതി രൂപീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിഷേധം വന്നപ്പോൾ തന്നെ തിളപ്പിശ്ശേരി ആശുപത്രിയുടെ അവസ്ഥയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. കാരണം ചെറിയ ചെറിയ വിഷയങ്ങളിൽ അതുപോലെ തന്നെ ഇവിടെ ഈ മയക്കുമരുന്ന് കച്ചവടത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം വന്നു. അതിനെയും നമുക്ക് നേരിടാൻ കഴിഞ്ഞു. അപ്പം ജനങ്ങൾ ജനകീയ സമിതിയിൽ ശക്തമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമിതി ഉപയോഗിച്ചുകൂടി ചെറിയ ചെറിയ പല വിഷയങ്ങളിലും ഇടപെട്ട് അതിനെ പരിഹരിക്കാൻ, അത് ചുമ്മാ ഇടപെട്ട് പോവുക എന്നല്ല, മറിച്ച് പരിഹാരം കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ജീവിതാവസ്ഥ ജനങ്ങൾ ഹാപ്പിയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ മാലിന്യങ്ങളുടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങളുടെ മുഖത്ത് തന്നെ അറിയാൻ പറ്റും. ഒരു അഭിമാനത്തിന് ക്ഷതം ഏറ്റ രീതിയിലായിരുന്നു. മനുഷ്യനായിട്ട് കോലമാണെങ്കിലും പക്ഷെ വളരെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം ഹാപ്പിയാണ്. എവിടെ പോയാലും അതിന് ഹാപ്പി. വിളപ്പിൽ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ വിളപ്പിശാലക്കാരനാണെന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള, ആത്മവിശ്വാസത്തോടുകൂടും അഭിമാനത്തോടും കൂടി പറയുവാനുള്ള ഒരവസ്ഥ വന്നു. അതുതന്നെയാണ്. അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. എൻ്റെ നാട് വിളപ്പിശാല എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ജനങ്ങൾ ധൈര്യം, പഞ്ചായത്തിന് ഏത് പ്രദേശത്ത് താമസിക്കുന്നവരും ഞാൻ വിളപ്പിൽ പഞ്ചായത്തിലുള്ള ആളാണെന്ന് പറയാൻ വളരെ ധൈര്യത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യമായി. അത് മാത്രമല്ല, ഇവിടെ നിന്ന് മാറി താമസിച്ചവർ ഒരുപാട് പേര് ഈ സ്ഥലത്ത് തിരിച്ച് താമസം മാറി വന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകൾ ഈ പ്രദേശത്തേക്ക് താമസത്തിന് വരുന്നുണ്ട്. മൊത്തത്തിൽ ജനങ്ങൾക്ക് ഒരു ഉത്സാഹഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചവർ വരുന്ന ഒരു സാഹചര്യത്തെ നോക്കുമ്പോൾ മറ്റു പ്രദേശത്തെക്കാളും ഒരു ഉത്സാഹപരമായ ഒരു പ്രദേശമായി നമ്മുടെ പഞ്ചായത്ത് മാറി. ഈ പ്ലാന്റിൽ ഇപ്പോൾ നിലവിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം എന്ത് ചെയ്യണം എന്നാണ്